എല്ലാവരും ബേജാറാവുന്നു പല കാര്യങ്ങളും കേൾക്കുമ്പോൾ, അല്ലെ? വീട്ടിലേക്ക് തിരിച്ചു പോവലാണ്, ഗർ വാപ്പസിയാണ്, അതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താ അതിനെക്കുറിച്ച് പറയാനും നമുക്കൊരു തീരുമാനവും ഉള്ളത്? ഒന്നാമതായി ഉള്ളത്, ഏകദൈവ വിശ്വാസിയായ ഒരാൾ ഒരിക്കലും ബഹുദൈവ വിശ്വാസിയാവില്ല. അള്ളാഹു മാത്രമാണ് ഏക ആരാധ്യൻ എന്ന് വിശ്വസിക്കുന്ന ഒരാള് നാളെ പിറ്റേന്ന് കുറെ വിഗ്രഹങ്ങളെ ആരാധിക്കുവാനും കുറെ ദൈവങ്ങളെ ആരാധിക്കാനുമുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തൂല. ചിലപ്പോ ദൈവനിഷേധിയായി പോലൊക്കെ ഉണ്ട്, അത് നമ്മൾ കാണില്ല. പക്ഷെ ഒരു മുശ്രിക്കായി മാറുക എന്നത് വിശ്വാസമുള്ള ആളിൽ നിന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ആളുകൾ എങ്ങോട്ടെങ്കിലും പോണു വരുന്നു എന്നത് വിശ്വാസിയല്ല എന്നതിന്റെ തെളിവാണത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഉള്ളവൻ അല്ല, അല്ലെ? അള്ളാഹുലും മലക്കിലും പ്രവാചകന്മാരിലും ഒക്കെ വിശ്വസിച്ചവൻ അല്ല, മുസ്ലിം പാരമ്പര്യത്തിലുള്ളവനാ. മാപ്പിള സമുദായത്തിൽ ജനിച്ചവനെ നമ്മൾ മുസ്ലിങ്ങൾ എന്ന് പറയുന്നു, ഹിന്ദുക്കളുടെ കൂടെയുള്ള ആളെ ഹിന്ദു എന്ന് പറയുന്നു, ക്രിസ്ത്യാനിയെ പറ്റിയും അങ്ങനെ പറയുന്നു. അപ്പൊ ഒരാൾ മറ്റൊരു ആളുടെ കൂടെ പോയി എന്ന് പറഞ്ഞാൽ ഏറി വന്നാൽ അവന്റെ ജീവിത ശൈലി മാറി എന്നല്ലാതെ നമുക്കത് ഇസ്ലാം അനുഷ്ഠിച്ച ഒരാൾ ഇസ്ലാമിൽ നിന്ന് പോയി എന്ന് പറയാൻ കഴിയില്ല. അല്ലെ? ആരെയാണ് ഈ മാറ്റുന്നതെന്നറിയോ? ആരാ ഇസ്ലാമിലേക്ക് വരുന്നത്? അതാദ്യം നോക്കണം. ഇസ്ലാമിലേക്ക് വരുന്നത് വലിയ ബുദ്ധിജീവികൾ, വലിയ ശാസ്ത്രജ്ഞന്മാർ, വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ, വലിയ സാഹിത്യകാരന്മാർ. ലോകത്ത് കിഴക്കും പടിഞ്ഞാറും രാജ്യങ്ങളിൽ അങ്ങനെയാണ്. യൂറോപ്പിലും ഇസ്ലാമിലൊക്കെ, യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഇസ്ലാമിലേക്ക് ഇപ്പോഴും വരുന്നത് വളരെ കൂടുതൽ സ്ത്രീകളാന്ന് പറയുന്നത്. സ്ത്രീകളിൽ തന്നെ യുവതികളാന്ന് പറയാം. എന്താ കാരണം? അവർക്ക് ഇസ്ലാം ഒരു സുരക്ഷയാണെന്ന് തോന്നുന്നുണ്ട്. ഈ പഠിച്ച ആൾ ഇപ്പൊ രജാ ഗറോഡി വലിയൊരു രാഷ്ട്രീയ നേതാവായിരുന്നു ഫ്രാൻസില്, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അല്ലെ? മുഹമ്മദ് അസദ് വലിയൊരു സഞ്ചാരിയായിരുന്നു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. വലിയ വലിയ ആളുകൾ, പണ്ഡിതന്മാർ, ചിന്തകന്മാർ ഇസ്ലാം സ്വീകരിക്കും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ടുണ്ട്, വിസ്റ്റൺ ചർച്ചിൽ ഇസ്ലാം സ്വീകരിക്കുവാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തിരുന്നു എന്നൊരു രേഖ ഇപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് വന്നു. അതൊരു പത്രത്തിൽ വന്നപ്പോൾ ആ പത്രത്തിന്റെ സോഴ്സ് അന്വേഷിച്ചപ്പോൾ ലണ്ടനിൽ പ്രസിദ്ധീകരിച്ചതാണ്, അവിടെ പത്രങ്ങളിലും ചാനലുകളിലൊക്കെ വന്നതാണെന്ന് പറഞ്ഞു. എന്നിട്ടെന്താ? റേഷൻ കാർഡ് ഇല്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന, അല്ലെ അരി വാങ്ങാൻ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന, അവരേത് ദീനിലാണെന്ന് അവർക്ക് തന്നെ അറിയാത്ത ആളുകളെ മതം മാറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ ബേജാറാവേണ്ട, വിശ്വാസികൾക്ക് ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദീൻ പഠിപ്പിച്ചു വരേണ്ട ആളുകൾക്ക് ദീൻ എത്തിക്കാത്തത് നമ്മുടെ കുറ്റമായി തീരും. അവരെന്തുകൊണ്ട് അങ്ങനെയായി? അവർക്ക് എന്തുകൊണ്ട് ദീൻ എത്തിയില്ല? എന്തുകൊണ്ട് ഈമാൻ ശക്തമായില്ല എന്ന വിഷയത്തിൽ നമുക്ക് നമ്മുടെ ബാധ്യത നിർവഹിക്കേണ്ടതുണ്ട്.